Hey, hello, welcome back to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം ആണ് നമ്മുടെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവുക, ഹെയർ ലോസ് ഉണ്ടാവുക, ഹെയറിന് ഒട്ടും സ്ട്രെങ്തൻ ഇല്ലാണ്ടിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുടിയിലൊക്കെ ഭയങ്കര ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്പ്ലിറ്റനിങ്, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ. അതായത് നമ്മുടെ ആ ഒരു റുട്ടീൻ വൈസ് നമ്മളിപ്പം ഫോളോ ചെയ്ത് വരുന്ന ആ ഒരു ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടും അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ കെയർ ചെയ്യാനുള്ള സമയമില്ലായ്മയൊക്കെ കൊണ്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഹെയർസിന് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ നമുക്ക് വാങ്ങിച്ച് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് ആദിവാസി കാച്ച് ഓയിൽ കേട്ടോ. പ്യുവർ ആയുർവേദിക് ആണ്, 100% നാച്ചുറൽ ആണ്. അതോടൊപ്പം തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിൽ കൂടെയാണ്. അപ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഹെയർ ടൈപ്സുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആയുർവേദിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലൂടെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. വീക്കിലി, അതായത് നമ്മളൊരു 2 or 3 ടൈംസ് എങ്കിലും നമ്മുടെ ഹെയർ നന്നായിട്ട് ഓയിൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഒരു ഹെയർ ഫോൾ അല്ലെങ്കിൽ ഡാൻഡ്രഫ് അല്ലെങ്കിൽ മുടിയുടെ ആ ഒരു സ്ട്രെങ്തനിങ് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ ആ ഒരു സ്പ്ലിറ്റനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനും ആ ഒരു ഹെയറിൻ്റെ ഗ്രോത്ത് ഒക്കെ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ. മുമ്പ് ഞാൻ ഹെയർ കെയറിൻ്റെ വീഡിയോ, അതേപോലെ തന്നെ അല്ലാണ്ട് അതായത് ഹെയർ സ്റ്റൈൽസ് ഒക്കെ പരീക്ഷിക്കുന്ന വീഡിയോ ഒക്കെ കുറേ ഇടുന്ന സമയത്ത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ലോങ് ഹെയർ ഒക്കെ എങ്ങനെയാണ് കീപ്പപ്പ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ലോണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. എനിക്ക് എല്ലാവർക്കും മാത്രം ഞാൻ കമൻറ്റിൽ എന്താ പറയുക കുറച്ച് റിപ്ലൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. അതായത് നമുക്ക് 10ഓളം ബെനിഫിറ്റ് നൽകുന്ന നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ, അതായത് ബോത്ത് മെൻ ആൻഡ് വിമൻ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കുണ്ടല്ലോ ഒരു എന്താ പറയുക കോമ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. നീമിൻ്റെ കോമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബേസ് ആയിട്ടുള്ള കോമ്പൊക്കെ യൂസ് ചെയ്താൽ അതൊന്നും നമ്മുടെ സ്കാൽപ്പിനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിനോ ഒന്നും നല്ലതല്ല. സ്പ്ലിറ്റനിങ് ഒക്കെ ഒന്നുകൂടെ കൂടും. ഇതേപോലത്തെ നീം ബേസ് ആയിട്ടുള്ള കോമ്പ് വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലത്തെ ചീപ്പൊക്കെ തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ആ ഒരു പല്ലിൻ്റെ ആ ഒരു സ്പേസിങ് കാര്യങ്ങളൊക്കെ കുറച്ച് അകലം ഉള്ളത് വേണം കേട്ടോ. അടുത്തടുത്ത് ആ ഒരു സ്പേസിങ് ഉള്ളതല്ല നമ്മൾ കോമ്പ് സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടത്. ഇതേപോലെ കുറച്ച് സ്പേസ് അകലെ കൂടുതലുള്ളത് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എസ്പെഷ്യലി നമ്മൾ ഇതുപോലത്തെ വുഡ് ബേസ് ആയിട്ടുള്ള കോമ്പ് യൂസ് ചെയ്യാം. അത് നമ്മുടെ സ്കാൽപ്പിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഹെയർ കെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു എന്താ പറയുക നമ്മുടെ ഹെയറിൻ്റെ കാര്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെയൊക്കെ ഹെൽത്തിന് ഓവറോൾ നമ്മളെ ഒന്നുകൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് ബേസ് ആയിട്ട് യൂസ് ചെയ്താലും നമുക്ക് ഒരു കാരണവശാലും അതിൽ നിന്ന് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ കോമ്പ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ആഴ്ന്നിറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നല്ലൊരു കൂൾനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബൗൺസി ആൻഡ് ഷൈനി ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദിവസേന നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പം രാത്രിയിൽ നമ്മൾ തേച്ചിട്ട് ഓവർനൈറ്റ് നമ്മുടെ തലയിൽ ഫുള്ള് ഹെയർ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അത് കീപ്പപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. ഒന്നുകൂടെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടും കേട്ടോ. അത് ഇവർ എക്സാക്റ്റ് ആയിട്ട് എടുത്ത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു കാര്യം പറയുന്നുണ്ട്. ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയിട്ട് അതായത് അപ്ലൈ റെഗുലറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ആഫ്റ്റർ അപ്ലൈയിങ് ദ ഓയിൽ ലീവ് ഇറ്റ് ഓവർനൈറ്റ്. അതായത് ഓവർനൈറ്റ് നമ്മൾ ലീവ് ഇറ്റ് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അബ്സോർവ് ആവും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഡേ വാഷ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒന്നുകൂടെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഓയിലൊക്കെ പുരട്ടുന്നത് 1 hour അല്ലെങ്കിൽ ഒരു 20-30 മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ ലീവ് ഇറ്റ് ചെയ്യുള്ളൂ. അതിനുശേഷമായിരിക്കും നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഓവർനൈറ്റ് നമ്മുടെ തലയിൽ കീപ്പപ്പ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട ആ ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എക്സാക്റ്റ് മനസ്സിലാവുന്ന രീതിക്ക് പ്രോപ്പർ വേയിൽ ഇപ്പോൾ കാണിച്ച് എക്സാമ്പിളോട് കൂടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് പുരട്ടേണ്ടത്, എങ്ങനെ വേണം നമ്മൾ മസാജ് ഓവർ ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഓയിൽ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. ആപ്ലിക്കേഷനിലേക്കാണ് കടക്കുന്നത്.
ഹൗ ടു യൂസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അത് നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് സർക്കുലർ മോഷനിൽ 10 മിനിറ്റോളം നമ്മൾ മസാജ് ഓവർ ചെയ്യണം. പെട്ടെന്ന് ജസ്റ്റ് കുറച്ചൊരു 2 or 3 മിനിറ്റ്സ് അല്ല, 10 മിനിറ്റ് പ്രോപ്പറായിട്ട് മസാജ് ഓവർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അതിനുശേഷം സ്റ്റെപ്പ് 2 എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് എത്ര നേരം ലീവ് ചെയ്യണം എന്ന് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഹവറെങ്കിലും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം സർക്കുലർ മോഷനിൽ മസാജ് ഓവറൊക്കെ ചെയ്തതിന് ശേഷം ലീവ് ചെയ്യുക കേട്ടോ. അതായത് വാഷ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു എണ്ണ മസാജ് ഓവർ ചെയ്തതിന് ശേഷം നമ്മുടെ തലയിൽ നമ്മൾ കീപ്പപ്പ് ചെയ്ത് പോകണം. ഇനിയിപ്പോൾ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ റെഗുലറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. ആഫ്റ്റർ അപ്ലൈയിങ് ദ ഓയിൽ ലീവ് ഇറ്റ് ഓവർനൈറ്റ്, അതായത് ഓവർനൈറ്റ് ഫുള്ള് നമ്മൾ ലീവ് ഇറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവുമല്ലോ ഓവർനൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കീപ്പപ്പ് ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് മോർണിംഗിൽ നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയുക. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ജസ്റ്റ് ഹെയർ ഫോളിക്കിൾസിൽ മാത്രമല്ല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓയിൽ കൊണ്ടിട്ടുള്ള എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഹെയർ ഗ്രോത്തും അതുപോലെ തന്നെ ഹെയറിൻ്റെ ആ ഒരു എൻഹാൻസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും സ്ട്രോങ് ഹെയർ കിട്ടണമെങ്കിലും ഗ്രേ ഹെയർ ഒക്കെ നല്ലോണം ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ആഴ്ന്നിറങ്ങണം. അതിനുശേഷം നോക്കുകയാണെങ്കിൽ സ്പ്ലിറ്റ് ഹെയർ, ദെൻ നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് നല്ലോണം പ്രിവെൻറ്റ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നോർമലി നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റാണ് സോഫ്റ്റ്, സിൽക്കി ആൻഡ് ഷൈനി ആയിട്ടുള്ള, പിന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഹെയർ ഓയിലാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ലോങ് ആയിട്ടുള്ള ഹെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സാക്ട്ലി നിങ്ങളുടെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് മുടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എക്സാക്റ്റ് വാങ്ങാനുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വിൻഡോയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവരുടെ വാട്സപ്പ് നമ്പറൊക്കെ. ഇവരുടെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് മുടി വളരുകയോ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കുറയുക മാത്രമല്ല, നമുക്ക് 10ഓളം ബെനിഫിറ്റ് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ കിട്ടും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരും, സ്ട്രെങ്തൻ ചെയ്യും, എൻഹാൻസ് ഹെയർ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡാൻഡ്രഫ് നന്നായിട്ട് കൺട്രോൾ ചെയ്യും, ഗ്രേ ഹെയർ പിന്നെ സ്പ്ലിറ്റനിങ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ നല്ല ബൗൺസി ആൻഡ് ഷൈനി ആയിട്ട് കീപ്പ് ചെയ്യാനൊക്കെ സഹായിക്കും. അതായത് സിൽക്കി, സോഫ്റ്റ് ആൻഡ് ലോങ് ഹെയർ നല്ലോണം നമുക്ക് ഹെയർ ഗ്രോത്തും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ ഓയിൽ എന്ന് തന്നെ നമുക്ക് ഒറ്റ വേർഡിൽ പറയാൻ പറ്റിയ ഒരു ഹെയർ ഓയിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഔട്ടർ കവറിങ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് ബേസ് കണ്ടെയ്നറിലാണ് വരുന്നത്. ഇത് എത്ര ml ആണെന്ന് നോക്കുകയാണെങ്കിൽ 500 ml ആണ്. ഇതിൻ്റെ MRP വന്നിട്ടുള്ളത് 1499 രൂപയാണ്. അപ്പോൾ വാങ്ങാനുള്ള ഒരു ബൈങ് ലിങ്കും അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അതോടൊപ്പം തന്നെ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇതേപോലെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഒരു കവറിങ് കോട്ടിംഗ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു ആയുർവേദിക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ ഔട്ടർ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ആ ഒരു വേരൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് ആയുർവേദിക് ഹെർബ്സ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ഭൃംഗരാജ് ഉണ്ട്. ഭൃംഗരാജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടിക്ക് എന്തുമാത്രം ബെനിഫിറ്റ് നൽകുന്ന ഒരു ഹെർബ് ആണെന്ന്. അതോടൊപ്പം തന്നെ കസ്തൂരി, അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞളില്ലേ അതിൻ്റെ ലീവ്സ്, ദെൻ അലോവേര ജെൽ ഉണ്ട്, നീം ലീവ്സ്, പിന്നെ വന്നിട്ടുള്ളത് ബ്രഹ്മി ലീവ്സ്, പിന്നെ നമ്മുടെ ഹിബിസ്കസ് ഉണ്ട്, പിന്നെ തുളസി, ഹെന്ന, അങ്ങനെ ഒരുപാട് ആയുർവേദിക് ഇൻഗ്രീച്ചഡ് ആയിട്ടുള്ള ഒരു ഹെർബ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഓയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഹെയർ ടൈപ്സും ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ദിവസേന യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഓയിലാണ്. ഇനിയിപ്പോൾ ദിവസേന നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മടിയാണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്താലും മതി കേട്ടോ. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു 500 ml റീപർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു 250 ml വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു 500 ml പർച്ചേസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് എനിക്ക് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ റുട്ടീൻ എന്നൊക്കെ പറയുമ്പം അത് പ്രോപ്പർ വേയിൽ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിക്ക് വേണമല്ലോ ഞാൻ ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ഇനിയിപ്പോൾ ഇന്ന ഓയിൽ വാങ്ങിച്ച് തേച്ചു എനിക്ക് റിസൾട്ട് കിട്ടുന്ന വെറുതെ വന്ന് എന്താ പറയുക ഒരു കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നീർവീഴ്ച അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത എല്ലാ ഹെയർ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതും ഗ്രേ ഹെയർ പോലും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലിന് കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഈ ഒരു റിവ്യൂ ഷെയർ ചെയ്യാനുള്ള മെയിൻ റീസൺ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ മറക്കണ്ട, നമ്മൾ റെഗുലറായിട്ട് പുരട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ റെഗുലറായിട്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ വീക്ക്ലി ഒരു 2 or 3 ടൈംസ് എങ്കിലും ഈ ഒരു ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറഞ്ഞത് നമ്മൾ 1 മണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ കീപ്പപ്പ് ചെയ്ത് പോകണം കേട്ടോ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് മാത്രം നമ്മുടെ തലയിൽ വെച്ച് നമ്മൾ മസാജ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മസാജ് ഓവർ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒന്നല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒക്കെ ആയിരിക്കും നമ്മൾ മാക്സിമം ഓയിൽ ചെയ്തിട്ട് മസാജിങ് ചെയ്യുള്ളൂ. പക്ഷേ സർക്കുലർ മോഷനിൽ നിങ്ങളൊരു 10 മിനിറ്റ് എങ്കിലും എടുത്ത് മസാജ് ഓവർ ചെയ്താൽ മാത്രമേ ഉള്ളൂ എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഓയിൽ കൊണ്ടിട്ടുള്ള പ്രോപ്പർ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അങ്ങനെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ 10 മിനിറ്റ് എങ്കിലും സർക്കുലർ മോഷനിൽ മസാജ് ഓവർ ചെയ്യാം കേട്ടോ. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പല തരത്തിലുള്ള ഹെയർ ഓയിൽസോ ഹെയർ കെയർ പ്രൊഡക്ട്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ഈ ഒരു ഒറ്റ ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് പല ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ. 10ഓളം ബെനിഫിറ്റ് കിട്ടുകയെന്ന് പറയുമ്പോൾ ഈ ഒരു 10ഓളം ബെനിഫിറ്റ് തന്നെയാണ് നമ്മുടെ ഹെയറിനും ഹെയർ കെയർ റുട്ടീനൊക്കെ വേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പ്രൊഡക്ട്സ് വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ ഹെയറിൻ്റെ എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആദിവാസി ഹെർബൽ കാച്ച് ഓയിലിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ഓയിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ കെയർ റുട്ടീനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ടാറ്റാ.